ഇന്ന് വളരെ രസകരമായ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നമ്മളൊരു ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പപ്രായത്തിൽ എങ്ങനെയുണ്ടാകും, വയസ്സായാൽ എങ്ങനെയുണ്ടാകും, ഇനി പെണ്ണായാൽ എങ്ങനെയുണ്ടാകും, പെണ്ണാണെങ്കിൽ ആണായാൽ എങ്ങനെയുണ്ടാകും, അങ്ങനെ വിവിധ പ്രായത്തിലും വിവിധ രൂപത്തിലും നമ്മൾ എങ്ങനെ ഉണ്ടാകും എന്ന് കാണിച്ചു തരുന്ന ഒരു നല്ല ആപ്ലിക്കേഷൻ. നമുക്കറിയാം ഫേസ് ആപ്പിൽ ഇതൊക്കെ സാധിക്കുന്നതാണ്. പക്ഷെ ഫേസ് ആപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ വാട്ടർമാർക്ക് ഉണ്ട്, പരസ്യങ്ങളുണ്ട്. എന്നാൽ വാട്ടർമാർക്കോ പരസ്യങ്ങളോ ഒന്നും തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കില്ല. ഇതിന്റെ പ്രീമിയമാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഇതിന്റെ ഫ്രീ വെർഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നിരവധി പരസ്യങ്ങളാണ്. മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പരസ്യങ്ങൾ വരും. എന്നാൽ പരസ്യങ്ങൾ ഒന്നുമില്ലാത്ത ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഫ്രീ വെർഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ നോ താങ്ക്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഗാലറി ആക്സസ് കൊടുക്കാനുണ്ട്. അത് ഇവിടെ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, ഗാലറി ആക്സസ് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് അലോ എന്നുള്ള ആ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഗാലറി ആക്സസ് ചോദിക്കും. അത് അലോ കൊടുക്കുക. ഗാലറി ആക്സസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഗാലറിയിലെ ഫോട്ടോകൾ വന്നതായിട്ട് കാണാം. എല്ലാ ഫോണുകളിലും ഇങ്ങനെ വരില്ല. അങ്ങനെ വരാത്തവർക്ക് ഇവിടെ ആൽബം എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇനി പുതുതായിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫേസ് ആപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഫേസ് ആപ്പിൻ്റെ അത്ര ഫീച്ചേഴ്സ് ഇതിനകത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഫേസ് ആപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഫേസ് ആപ്പിലെ പ്രീമിയം ആയിട്ടുള്ള പല ഓപ്ഷനും ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൻ്റെ പ്ലേ സ്റ്റോർ വെർഷനിൽ കിട്ടില്ല. അതിൽ പരസ്യങ്ങൾ കാണിക്കും, വാട്ടർമാർക്കും ഒക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ തരുന്ന വേർഷനിൽ മാത്രമേ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അത് അനലൈസ് ചെയ്യും. നെറ്റ് ഓൺ ആയിരിക്കണം, ഇൻ്റർനെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ ഇത് അനലൈസ് ചെയ്യും. ഇനി ഞാൻ ജസ്റ്റ് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ മമ്മൂക്കയുടെ ഒരു അല്പം പ്രായമായിട്ടുള്ള ഏജ് ആക്കി തന്നിട്ടുണ്ട്. ഇനി ടീനേജ് ആണ് വേണ്ടതെങ്കിൽ ടീനേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മമ്മൂക്കയെ. പിന്നെ ഓൾഡിൽ തന്നെ താടി ഇല്ലാതെ വേണമെങ്കിൽ താടി ഇല്ലാത്ത ഓപ്ഷനിൽ. ഇനി നമുക്ക് മുടി ഇല്ലാതെ എങ്ങനെ ഉണ്ടാവും നോക്കാം. മുടി ഇല്ലാതെ ആക്കേണ്ട ഓപ്ഷനാണ് ഇതിൽ. ഇനി ഫീമെയിൽ ആക്കണമെങ്കിൽ ഫീമെയിൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഞാൻ ഇവിടെ അല്പം താടിയുള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. നമുക്ക് ഒരു നോർമൽ മോഡലായിട്ട്. ഓക്കെ, ഇത് താടിയുള്ള ഓപ്ഷന്. ഇനി ഫീമെയിൽ വേണമെങ്കിൽ ഫീമെയിൽ ഇപ്പോൾ ഈ ഫോട്ടോ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് പെർഫെക്റ്റ് അല്ല ഫീമെയിൽ കിട്ടിയത്. അതുപോലെ തന്നെ മൊട്ടത്തലയിലും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇനി മുടി വളർത്തി, അല്പം മുടി വളർത്തിയതൊക്കെയാണ് വെക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈലുള്ളത്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരി ക്യാച്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ക്യാരി ക്യാച്ചർ, മമ്മൂക്കയുടെ ക്യാരി ക്യാച്ചർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയുടെ ക്യാരി ക്യാച്ചർ. ഇനി നമ്മുടെ തന്നെ ഇതിൽ ചിത്രം നിർമ്മിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിത്രം നിർമ്മിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് അല്പം തടിച്ച ഫാറ്റി ആയിട്ടുള്ള ചെയ്യാനാണെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ആൾ ചെയ്യാനുള്ള ഫീച്ചർ. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്കിവിടെ സേവ് ചെയ്യാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഗാലറിയിൽ ഇത് സേവ് ആവും. ഇനി ചില ഫോണുകളിൽ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ചില ഫോണുകളിൽ ഇങ്ങനെ അടിച്ചാലും സേവ് ആവില്ല. അങ്ങനെ സേവ് ആകുന്നില്ലെങ്കിൽ ഇനി വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇനി ഷെയർ ആയിട്ടില്ലെങ്കിൽ ഇതിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പി ടു ഫയൽ മാനേജറിലേക്ക് കൊടുക്കുക. കോപ്പി ടു ഫയൽ മാനേജറിൽ കൊടുത്തിട്ട് ഇതെവിടെയാണ് വേണ്ടത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഫോൾഡറിനകത്താണെങ്കിൽ ഈ ഡോട്ട് അല്ലാത്ത താഴെയുള്ള ഏത് ഫോൾഡറിലാണ് ഡൗൺലോഡ്സിലോ ഡോക്യുമെൻറ്റ്സിലോ കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ താഴത്ത് വന്നിട്ടുണ്ടാവും, പേസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ സേവ് ചെയ്യാത്ത ഫോണിൽ. ഇനി ഇതിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കുറേ എന്നല്ല, ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലും നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, എങ്കിലും നല്ല രസകരമായ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നിങ്ങൾ TECHZ എന്നടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് റൈറ്റിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടാവും. ഇനി വന്നിട്ടില്ലെങ്കിൽ വരും, എന്തായാലും വന്നിട്ടില്ലെങ്കിൽ ബാക്കി കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. RIGHT. ഇനി ഓൾറെഡി പോയവർക്കെല്ലാം ഫസ്റ്റ് TE എന്നടിക്കുമ്പോൾ തന്നെ വെബ്സൈറ്റ് വരും. എന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് കിട്ടുന്ന സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FTM ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇങ്ങനെ ഫേസ് ലാബിൻ്റെ ഉണ്ടാകണമെന്നില്ല. കാരണം പുതിയ പുതിയ പോസ്റ്റുകൾ വരുമ്പോൾ ഇതുപോലെ ഇത് ഒരുപാട് അടിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങനെ മറിച്ച് നോക്കാം. മറിച്ച് നോക്കിയിട്ടും ഫേസ് ലാബ് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ബാറിൽ ഫേസ് എന്ന് അടിച്ചാൽ മതി. ഫേസ് ലാബ് എന്നൊന്നും അടിക്കേണ്ട, ഫേസ് എന്നടിച്ചാൽ മതി. ഫേസ് എന്നടിച്ചിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സെർച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീഡ് മോറിൽ അടിക്കാം, അല്ലെങ്കിൽ ആ ഫേസ് ലാബ് ഫേസ്ബുക്ക് എഡിറ്റർ എന്നുള്ള അവിടെ വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രീമിയത്തിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രീമിയം 2 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുണ്ടാവും. അതെവിടെയുള്ളതെന്ന് കണ്ടെത്തിയിട്ട് ജസ്റ്റ് പ്രീമിയത്തിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം പ്രീമിയം എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടിയിട്ടുള്ളത്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ആരോ മാർക്ക്. അതിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഈ പേജിൽ വേറെ എവിടെയും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ആ ആരോ മാർക്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ഓണായി കിട്ടുക. ഇത് 100% ആകാൻ കാത്തിരിക്കുക. നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിപ്പോൾ എൻ്റെത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആയതാണ് വളരെ വേഗത്തിൽ അത് 100% ആകുന്നത്. നിങ്ങളത് ലോ ഇന്റർനെറ്റ് ആണെങ്കിൽ ഇത് ഒരുപാട് സമയം എടുക്കും. അതായത് സാധാരണ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയം തന്നെ എടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ താഴത്തുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇനി പ്രീമിയം 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. അപ്പോൾ അത് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ഒരു ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ആരോ മാർക്ക്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് വരും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ എങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് FTM ക്രിയേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇനി യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടിപൊളി വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.